സോ ദിസ് ഈസ് ദ ഡേ. ഇന്നാണ് 6 പ്രതികൾക്ക് എന്ത് ശിക്ഷ കോടതി വിധിക്കുന്നു എന്നുള്ളത് അറിഞ്ഞ ദിവസം. 20 വർഷത്തെ തടവ്, മിനിമം, ഏറ്റവും കുറഞ്ഞ മിനിമം ശിക്ഷയാണ് ഈ 20 വർഷം എന്നുള്ളത്. മനസ്സിലായില്ലേ? അതാണ് ഇപ്പോൾ ഈ 6 പ്രതികൾക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ തന്നെ പൾസർ സുനിക്ക് ഒരു 13 വർഷം മാത്രം അകത്ത് കിടന്നാൽ മതി. രണ്ടാം പ്രതിയായ മാർട്ടിനും 13 വർഷം കിടന്നാൽ മതി. ബിക്കോസ് അവർ വിചാരണ ടൈമിൽ അകത്ത് കിടന്നവരാണ്. ബിജീഷ് മൂന്നാം പ്രതിക്ക് 16 വർഷം 6 മാസം അകത്ത് കിടക്കണം. മണികണ്ഠനും 16 വർഷം 6 മാസം അകത്ത് കിടക്കണം. സലീമിന് 18 വർഷം കിടക്കണം. പ്രദീപിന് 18 വർഷം കിടക്കണം. ഇന്ന് രാവിലെ മുതലുള്ള ഹാപ്പനിങ്സ് നമുക്കിങ്ങനെ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം പ്രതികളായിട്ടുള്ളവർ കോടതിയിൽ കയറി പറഞ്ഞു എന്ന് മീഡിയ വഴി നമ്മൾ അറിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. പൾസർ സുനി പറഞ്ഞു വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയുടെ മോൻ മാർട്ടിൻ പൊട്ടിക്കരഞ്ഞു എന്നാണ് കേട്ടത്. അത് കഴിഞ്ഞതിന് ശേഷം ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണ് 5.5 വർഷം അകത്ത് കിടന്നതെന്ന് പറയുന്നു. രോഗികളായ മാതാപിതാക്കളുണ്ടെന്ന് പറയുന്നു. പിന്നെ ഒരു പെറ്റി കേസ് പോലും മുമ്പ് തൻ്റെ പേരിൽ ഇല്ല എന്നുള്ളൊരു ക്ലെയിമും കൂടി മാർട്ടിൻ വയ്ക്കുകയാണ്. മണികണ്ഠനും പറയുന്നു മറ്റ് പ്രതികളുമായി ഒരു കൂടിയാലോചനയും നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. ഒരു തെറ്റും ചെയ്തിട്ടില്ല, മനസ്സറിഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഭാര്യയും 2 മക്കളും ഉണ്ടെന്ന് പറയുന്നു. തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ കൂടി കോടതി പരിഗണിക്കണം എന്നുള്ളൊരു ക്ലെയിം മണികണ്ഠൻ വയ്ക്കുന്നു. ബിജീഷാണ് ഇതിലെ കൊമ്പൻ. നാട് തലശ്ശേരിയാണ്, കണ്ണൂർ ജയിലിലേക്ക് അയക്കണം. താൻ കരുതി കൂട്ടിയൊന്നും ചെയ്തിട്ടില്ല, കഴിഞ്ഞു. ബിജീഷിനെ കഴിഞ്ഞു. സലീം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഭാര്യയും 1 വയസ്സായുള്ള പെൺകുട്ടി മകളുണ്ട്. അതുകൊണ്ട് കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ ശോകമായിരിക്കും താൻ അകത്ത് പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് അത് പരിഗണിക്കണം. പ്രദീപ് പറഞ്ഞു കോടതിയിൽ കരയാണ് പ്രദീപ്. പ്രദീപിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടിയുമായിട്ട് പോയിരുന്ന വണ്ടിക്ക് ബസ് കണ്ടക്ടറായിട്ടുള്ള ഈ ചെങ്ങായി നടു റൂട്ടിൽ നിന്ന് കയ്യും കാണിച്ച് വണ്ടിക്കകത്ത് കയറിയിരുന്നു. ഈ വണ്ടിക്കകത്ത് അങ്ങനെ ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള തെറ്റ്, അല്ലെങ്കിൽ അത് ഒരിക്കലും എതിർത്തില്ല എന്നുള്ളൊരു തെറ്റ് പ്രദീപ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും കോടതിയിൽ പറഞ്ഞു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് 20 വർഷം കഠിന തടവിൻ്റെ ഭാഗമായിട്ട് പ്രദീപിനും 20 വർഷത്തെ കഠിന തടവ് ലഭിക്കുകയാണ്. ഇതിൽ തന്നെ ഈ കൂട്ടബലാത്സംഗത്തിന് 20 വർഷം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ഒരു ടൈമാണ്. മനസ്സിലായോ? 20 വർഷമല്ല, ശരിക്കും ജീവപര്യന്തം ശിക്ഷ ലഭിക്കേണ്ട ആളുകളാണ്. ഓക്കെ, അതിൽ തന്നെ ബാക്കി 5 പേർക്ക് വേണമെങ്കിൽ പറഞ്ഞു നിൽക്കാം. മാർട്ടിനടക്കം അത് മുതൽ പ്രദീപ് വരെയുള്ളവർക്ക്. പൾസർ സുനിയാണല്ലോ ഇത് പ്രൈം ഇതിലെ കുറ്റവാളി. അപ്പോൾ അവന് പ്രീവിയസ് ഇതേപോലത്തെ മോഡസ്, ഇതേപോലുള്ള ആക്ടിവിറ്റീസ് ചെയ്തും സ്ഥിരം പ്രതിയായിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ടും അറ്റ്ലീസ്റ്റ് അയാൾക്കെങ്കിലും ജീവപര്യന്തം ഉറപ്പ് വരുത്താൻ പ്രോസിക്യൂഷൻ കൊണ്ട് ഇവിടെ സാധിച്ചില്ല എന്നുള്ളതാണ്. കാരണം ഫെയിലായിപ്പോയി. ലിറ്ററലി പോലീസ് സിസ്റ്റവും പ്രോസിക്യൂഷനും ഒക്കെ ഫെയിലായിപ്പോയി. മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് തെളിവുണ്ടെങ്കിൽ അത് കോടതിയിൽ തെളിയിക്കാൻ പറ്റേണ്ടിയിരുന്നു. പറ്റിയില്ല. കാരണം അവർ ഹാജരാക്കിയ തെളിവുകളൊന്നും ഈ പറഞ്ഞ പ്രതികൾക്ക് കഠിനമായ ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള തെളിവുകളായിരുന്നില്ല എന്നുള്ളതാണ് വിധിപ്പകർപ്പ്. ഇപ്പോൾ രാത്രി ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് കുറച്ച് മുമ്പാണ് എല്ലാ ന്യൂസ് ചാനലിലും വിധിപ്പകർപ്പ് കിട്ടിയത്. എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് എവിടെ? എന്തുകൊണ്ട് ദിലീപിനെ പ്രതിയല്ല എന്ന് കോടതി പറഞ്ഞു. ഇതാണ് ഈ കേസ് തകരാനുള്ള ഏറ്റവും വലിയ റീസൺ. കാരണം ഈ ഇൻസിഡൻറ്റ് ഉണ്ടായി ഫ്രം ദ ബിഗിനിങ് ദിലീപിനെ പ്രതിയാക്കണം. ദിലീപ് പ്രതിയാണ്, ദിലീപിനെ പ്രതിയാക്കണം. സസ്പെക്ട് നമ്പർ 1, സസ്പെക്ട് നമ്പർ 8. ഗൂഢാലോചന നടത്തിയ മാസ്റ്റർ മൈൻഡ് ദിലീപാണ്. ദിലീപ് പൾസർ സുനിയെ കൊണ്ട് ചെയ്യിച്ചു. ഇത് അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പോലീസും ബാക്കി സിസ്റ്റവും കൂടി ഇറങ്ങി പ്രവർത്തിച്ചിട്ട് ഒരു ഒലയ്ക്കും കിട്ടിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ വിധിപ്പകർപ്പ് പുറത്തു വന്നപ്പോൾ മനസ്സിലാകുന്നത്. ഈസി ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ളവർക്ക് ഇത് പൊളിക്കാൻ പറ്റി. ഒട്ടും കോടതിയെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഇവിടെ പ്രോസിക്യൂഷൻ പല കാര്യങ്ങളും ഹാജരാക്കിയിട്ടുള്ളത്. ഇതാണ് ഈ കേസ് പൊളിയുള്ള കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഇവരാരും ഈ
ഞാൻ പറയുമ്പോൾ ഇരയ്ക്ക് നീതി മേടിച്ചു കൊടുക്കേണ്ട ആളുകൾ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഇരയായ സ്ത്രീ ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിച്ചത് ഈ പൾസർ സുനിയും സംഘത്തിൽ നിന്നുമാണ്. അവർക്ക് പോലും പ്രോപ്പറായിട്ട് ഒരു കഠിന ശിക്ഷ കിട്ടുന്ന രീതിയിലുള്ള തെളിവുകൾ നിങ്ങൾക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അത് കോടതിയിൽ സമർത്ഥിച്ച് അവർക്കൊരു കഠിനമായ ശിക്ഷ മേടിച്ചു കൊടുക്കാനോ നിങ്ങൾക്ക് പറ്റാത്തതിൻ്റെ റീസൺ എന്താ അറിയോ? നിങ്ങൾ ഫ്രം ദ ബിഗിനിങ് ഓടുന്നത് ദിലീപിൻ്റെ പിന്നാലെ. ദിലീപിനെ എങ്ങനെയെങ്കിലും പ്രതിയാക്കണം, ദിലീപിനെ വേണ്ടി ദിലീപിനെ കിട്ടുന്ന രീതിയിലുള്ള സാധനങ്ങൾ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ ഉണ്ടായേ? പൾസർ സുനി അടക്കം 6 പേര്, ഒരു സീനും ഇല്ല അവർക്ക് ഈ പറഞ്ഞ പോലെ 10 വർഷമോ ഈ 10 വർഷവും 12 വർഷത്തിനിടയിൽ നല്ല നടപ്പിന് കുറേ അങ്ങനെ പോകും. ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൻ്റെ അടുത്ത് പോയാൽ ചിലപ്പോൾ ഈ വിധി റദ്ദാക്കി വെച്ചുകൊണ്ട് പിന്നെ അവിടെ വാദം നടക്കും. ഈ ഈ ഞാൻ പറയുന്നില്ല, ഇവിടെ എന്താ പറയുക, ഇവർ കുറേ കാര്യങ്ങളൊക്കെ പുറത്തു വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ തോന്നിയിരുന്നു ഇതൊക്കെ ഇങ്ങനെ വരാൻ പോകുന്നുള്ളൂ, ഇതിനപ്പുറത്തേക്ക് ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം കോടതിയിൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ പ്രതികൾക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം അവർക്കെതിരെ തെളിഞ്ഞ IPC 376D കൂട്ട ബലാത്സംഗ കുറ്റമാണ്. കുറ്റത്തിനുള്ള നിയമപ്രകാരം തന്നെ കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്നത് 20 വർഷം കഠിന തടവാണ്. ആ ശിക്ഷ മാത്രമാണ് ഇപ്പോൾ പ്രതികൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നതാണ് പ്രതികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള കാര്യവും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറുന്നത്. കേസിൽ ഇന്ന് ശിക്ഷയിന്മേൽ വാദം തുടങ്ങിയപ്പോൾ പ്രോസിക്യൂഷൻ അതിശക്തമായി വാദിച്ചത് പ്രതികൾക്ക് പരമാവധി ശിക്ഷയായ ജീവപര്യന്തം നൽകണമെന്നതായിരുന്നു. പക്ഷേ കോടതി അതിന് തയ്യാറായിട്ടില്ല. കോടതി ഈ കേസിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചു. അതോടൊപ്പം തന്നെ പ്രതികളുടെ സാമൂഹ്യവും സാമ്പത്തികവുമായിട്ടുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തി അവർക്ക് മാനസാന്തരത്തിനുള്ള സാധ്യത കോടതി വിലയിരുത്തി. അത്തരത്തിൽ ഒരു ശിക്ഷ പ്രഖ്യാപിക്കുമ്പോൾ നിയമപ്രകാരം നടത്തേണ്ട പല കാര്യങ്ങളും നോക്കിയ ശേഷമാണ് കോടതി ഈ കേസിലെ പ്രതികൾക്ക് അവർക്ക് മേൽ തെളിഞ്ഞിരിക്കുന്ന കുറ്റങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയായ 20 വർഷം കഠിന തടവ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ വിഷയമാണ്. ഈ കേസിൽ ഇതല്ല, ഇവിടെയുള്ള ഒട്ടുമുക്കാൽ കേസുകളിലും ഇങ്ങനെ തന്നെയാണ്. പ്രതികളായ വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ കൺസിഡർ ചെയ്യും കോടതി. ഇരയായിട്ടുള്ള വ്യക്തിക്ക് ഇത് ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. സീരിയസ്ലി മാൻ, അല്ലാതെ എന്ത് പറയാനാണ് ഇതിൽ? ഇവരെ കുടുംബ സാഹചര്യം, പ്രതികളുടെ പ്രായം, പ്രീവിയസ് എന്തെങ്കിലും ഇവർക്ക് ഇതേപോലുള്ള സിമിലർ കേസുകളോ കാര്യങ്ങളോ ഉണ്ടോ, അതോ ഇവർ പ്രീവിയസ്ലി ഇതേപോലെ കേസുകൾ ചെയ്യുന്ന ആളുകളാണോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ഇരയ്ക്ക് നീതി ലഭിക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര ടഫായിട്ടുള്ളൊരു പരിപാടിയായി മാറിയിട്ടുണ്ട്. ഈ ഇരയായ വ്യക്തി അത്ര എക്സ്ട്രീം അനുഭവിച്ച വ്യക്തിയായിരിക്കണം അങ്ങനെയാണോ നമ്മുടെ സിസ്റ്റം? ഒരു 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 പെർട്ടിക്കുലർ കേസിൻ്റെ ഗ്രാവിറ്റി അല്ലെങ്കിൽ ഒരു ഇര എന്തനുഭവിച്ചു എന്നുള്ളതിൻ്റെ ഗ്രാവിറ്റി കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പലപ്പോഴായിട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒരു പീഡനം നടന്നു, ആ പീഡനം ബലാത്സംഗം നടന്ന കോടതിയിൽ വരുന്ന തെളിവുകളും പ്രോസിക്യൂഷൻ നടത്തുന്ന തെളിവുകളും പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോയി പ്രോസിക്യൂഷൻ്റെ കയ്യിൽ കൊടുക്കും, അത് അവിടെ കൊണ്ടുപോയി കോടതി കൊടുക്കും. കോടതി എൻഡ് ഓഫ് ദ ഡേ ഈ വന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ്, അതിൻ്റെ മെറിറ്റിലാണ് അവർ വിധി പറയുന്നതും അവർ കേസ് നോക്കുന്നതും. ബട്ട് സ്റ്റിൽ ഒരു സമൂഹത്തിന് മാതൃകയാവുന്ന രീതിയിൽ ഇപ്പം എല്ലാം സോഷ്യൽ മീഡിയ കണ്ടോ അല്ലെങ്കിൽ ആൾക്കാരെ എന്താ പറയുക പാഠം പഠിപ്പിക്കാനോ വേണ്ടിയിട്ടുള്ള വിധികൾ ഉണ്ടാക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചില കേസുകളുടെ ഗ്രാവിറ്റി നോക്കിയിട്ട് ഇപ്പം ഇതിൽ പൾസർ സുനിക്കെങ്കിലും ജീവപര്യന്തം കൊടുത്തുകൂടായിരുന്നോ എന്നുള്ളൊരു ചോദ്യം. അതാണ്. ബാക്കിയുള്ള പ്രതികൾ അവിടെ നിൽക്കട്ടെ, അവർ ചിലപ്പോൾ ഈ ബലാത്സംഗം ചെയ്തിട്ടില്ല, അതാണ് അവർ പറയുന്നത്. ബലാത്സംഗം എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ പൾസർ സുനിയാണ് അത് ചെയ്തത്, ബാക്കിയുള്ളവർ കൂട്ടുപ്രതികളാണ്. പക്ഷേ ആ ബലാത്സംഗം എന്ന് പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിൽ കൂട്ടുപ്രതികളായിട്ടുള്ള ആളുകളും അത് ചെയ്ത പോലെ തന്നെയാണ്. മനസ്സിലായോ? അത് നമ്മുടെ ലോജിക്കിൽ അത് അങ്ങനെ വരൂ. ബട്ട് കോടതിയുടെ മുന്നിൽ അറ്റ്ലീസ്റ്റ് ഇവരെങ്കിലും പൾസർ സുനിക്കെങ്കിലും ജീവപര്യന്തം എന്ന് പറഞ്ഞൊരു കാര്യം കൊടുത്തുകൂടായിരുന്നു എന്നുള്ളൊരു ചോദ്യം കോടതിയോട് ചോദിക്കാൻ അങ്ങനൊരു അവസ്ഥ വന്നു പോവുകയാണ്. മനസ്സിലായില്ലേ? എന്താണെങ്കിലും പകർപ്പിൻ്റെ ഭാഗമായിട്ട് കുറേ ചാനലുകൾക്കൊക്കെ ഇതിൻ്റെ വിധിപ്പകർപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വിധിന്യായം വന്ന സമയത്ത് 1711 പേജുള്ള വിധിന്യായമാണ് പുറത്ത് വന്നിട്ടുള്ളത്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഇരയായ അവർ പറഞ്ഞ അവരുടെ മൊഴികളും കാര്യങ്ങളൊക്കെ സ്ലാഷ് ചെയ്തിട്ടായിരിക്കും ഈ കാര്യം വന്നത്. അല്ലാതെ അതൊന്നും പബ്ലിക്കാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
വിധിപ്പകർപ്പിലെ വിവരങ്ങളിൽ എന്താണെങ്കിലും കുറച്ച് കാര്യങ്ങളുണ്ട്. 8ാം പ്രതിയായിരുന്ന ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാനായില്ല എന്നുള്ളതാണ്. നമുക്കത് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കേണ്ടത്. ദിലീപ് പ്രതികൾക്ക് പണം നൽകി എന്നതിന് തെളിവില്ല. ഇത് എപ്പോഴും ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് പറയുന്നുണ്ട്. ചെക്ക് കൊടുത്തു, പൈസ കൊടുത്തു, പൾസർ സുനി അവിടുന്ന് പൈസ വാങ്ങി, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ ദിലീപിൻ്റെ അക്കൗണ്ടിൽ നിന്നോ ദിലീപിൻ്റെ പേരിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നോ എവിടെന്നെങ്കിലും പൾസർ സുനിക്ക് പൈസ പോയതായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള പ്രൂഫുകൾ കോടതിയിൽ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ദിലീപ് പൈസ കൊടുത്തു. വെർബലി പറഞ്ഞിട്ട് കാര്യമില്ല, കോടതിയിൽ തെളിവ് വേണം. പ്രതികൾ ജയിലിൽ നിന്ന് ദിലീപിനെ ഫോൺ വിളിച്ചത് തെളിയിക്കാനായില്ല. ഫോൺ വിളിച്ചു എന്നുള്ളത് തെളിയിക്കാൻ പറ്റുമോ? മനസ്സിലായി? ഫോൺ വിളിച്ചു എന്നുള്ളതിൻ്റെ CCTV വിഷ്വൽസ് എങ്കിലും കിട്ടിയില്ല, അത് വാങ്ങി. വിളിച്ചത് ദിലീപിനെയാണെന്ന് തെളിയിക്കാൻ പറ്റിയില്ല. ഓക്കെ. പ്രതികൾ ജയിലിൽ ഫോൺ ഉപയോഗിച്ചതിനും തെളിവില്ല. പെനഡിയുടെ അപ്പോൾ ജയിലിൽ നിന്ന് കിട്ടി എന്ന് പറയുന്ന CCTV വിഷ്വൽസൊക്കെ ഏത് കാറ്റിൽ എങ്ങനെ പുകയായി പോയി എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കൊരു ഐഡിയ ഇല്ലടേ. പിന്നെ ഇതിനകത്ത് ദിലീപിൻ്റെ ഭാഗം പരാമർശിക്കുന്ന പോയിൻ്റാണ് ഇവിടെ ഞാൻ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ. അക്യൂസ് നമ്പർ 8 ഈസ് ഫൗണ്ട് നോട്ട് ഗിൽറ്റി ഓഫ് ദി ഒഫൻസ് പണിഷബിൾ 120B സെക്ഷൻ 342, 354, 354B, 357, 376D of Indian Penal Code, section 66E and 67A of the Information Technology Amendment Act 2008. Accused number 8 is found not guilty of the offence punishable under 201, 204 of the Indian Penal Code and he is accused 235 of CRPC. ഈ ഒരു പെർട്ടിക്കുലർ പോർഷനിലാണ് ഇവിടെ ദിലീപിനെ കുറിച്ച് പറഞ്ഞു പോകുന്നത്. 1547 പേജിൽ പറയുന്നത് ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടപ്പാവുക തന്നെ ചെയ്യും. അതിൽ 2 പേരുടെ പ്രോസിക്യൂഷന്റെയും ഒപ്പം ഈ പ്രതിയുടെ 8ാം പ്രതിയുടെ അഭിഭാഷകന്റെയും പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ്. ഇതിൽ പറയുന്നത് 8ാം പ്രതി പലതവണയായി മനഃപൂർവ്വമായി ഈ ജഡ്ജിയെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമം നടത്തിയെന്ന ഗൗരവതരമായ ആരോപണം പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അതിന് ദിലീപിന്റെ അഭിഭാഷകൻ 8ാം പ്രതി ദിലീപിന്റെ അഭിഭാഷകൻ പറയുന്ന കാര്യം, ഇത് ജുഡീഷ്യൽ സിസ്റ്റത്തെ, നീതിന്യായ വ്യവസ്ഥയെ അപമാനിക്കാൻ വേണ്ടിയാണ് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ശ്രമിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ജഡ്ജിയെ വ്യക്തിപരമായി ആക്രമിക്കാൻ വേണ്ടി പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നു എന്നൊരു മറുപടി ആരോപണം കൂടി ഈ പ്രതിഭാഗം 8ാം പ്രതി ദിലീപിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ കോടതി പരിഗണിക്കുന്നില്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. അതായത് ഇത്തരം ആക്ഷേപങ്ങളൊന്നും കോടതി പരിഗണിക്കുന്നില്ല. ഈ 2 പക്ഷവും ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. പക്ഷേ ഈ 2 പക്ഷത്തിന്റെയും ആരോപണങ്ങളെ കോടതി പരിഗണിക്കുന്നില്ല. ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടപ്പാവുക തന്നെ ചെയ്യും. ഇത്തരം ആക്ഷേപങ്ങൾക്കൊന്നും, 2 പക്ഷവും ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്കൊന്നും കോടതിയെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പൾസർ സുനിയും സംഘവും ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. ആ ദൃശ്യങ്ങൾ പകർത്തി മറ്റുള്ളവർക്ക് കൈമാറി എന്ന് പറയുന്നുണ്ട്. അത് ആർക്ക് കൈമാറി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതിൽ വരുന്നില്ല. മറ്റു പേജുകൾ ഒരുപക്ഷെ അതിനെക്കുറിച്ചുണ്ടാകാം. അങ്ങനെയെങ്കിൽ അത് ആർക്കാണ് ദൃശ്യങ്ങൾ കൈമാറിയത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തത, അങ്ങനെ കുറേ കാര്യങ്ങൾ. കാരണം നമുക്ക് പൂർണ്ണമായും പേജ് വന്നിട്ടില്ല. എന്നാൽ പോലും ഇതിൽ ഇപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ ഇത് പരിശോധിച്ച് ഇതിന്റെ എതിർവാദങ്ങൾ ഉടൻ തന്നെ തയ്യാറാക്കും. എന്താ അറിയോ, ഇവിടുത്തെ ന്യൂസ് ചാനലുകളിലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമ്മളെ പോലുള്ളവരുടെ വീഡിയോസിലൊക്കെ പറയുന്ന കുറേ ഊഹാപോഹങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കോടതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം കാശ് മുടക്കി അപ്പുറത്തൊരു വക്കീലിനെ വെച്ച ഒരാൾക്ക് ഈസി ആയിട്ട്, അതൊരു ക്രിമിനൽ ലോയർക്ക് ഇഷ്ടം പോലെ ഒരാളെ സേവ് ചെയ്യാൻ മാത്രം വകുപ്പ് ഇതിനകത്ത് ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ കോടതിയിൽ പോയിട്ട് ഇവിടെ നീതി ന്യായം ലഭിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഈ കേസ് ഇത്രത്തോളം പൊട്ടി താറുമാറാവുന്നത് ഫ്രം ദ ബിഗിനിങ് ഇങ്ങനെ സംഭവിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇതിനകത്ത് വൻ കളികൾ നടന്നിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തു. ഒരുപാട് സംശയങ്ങളുണ്ട്. ഇനി വേണമെങ്കിൽ ചെയ്യാം. ഫ്രം ദ ഡേ 1 എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഇതിനകത്ത് ഏറെക്കുറെ ഇതെവിടെ നിൽക്കാൻ പോകുന്നൊരു പരിപാടിയല്ല എന്നുള്ളത് മനസ്സിലാവും. 1. രണ്ടാമത്തെ കാര്യം, കേസ് മുന്നോട്ട് പോകുന്നു. ഒരു ഏകദേശം ഒരു 1.5 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ ഡയമെൻഷൻ ചേഞ്ച് ആവുകയാണ്. മനസ്സിലായോ? ദിലീപ് ഈ കുറ്റകൃത്യം ചെയ്ത പൾസർ സുനിയും ഗ്യാങ്ങിനേക്കാൾ കൂടുതൽ ഫോക്കസ് പോകുന്നത് ദിലീപിനെ എങ്ങനെ ഈ കേസിലേക്ക് കൊണ്ടുവരാം, ദിലീപ് എങ്ങനെ ഈ കേസിലേക്ക് വന്നു എന്നുള്ളത്
എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി മീഡിയക്കോ സോഷ്യൽ മീഡിയക്കോ ഈ പണി ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, മനസ്സിലായോ? പക്ഷെ കോടതിയിൽ പോകുമ്പോൾ പോലീസുകാരും ബാക്കി പ്രോസിക്യൂഷനും അവർ ഈ മീഡിയ ചെയ്യുന്നത് പോലെ ഒരു തെളിവും ഇല്ലാതെ കുറേ ആരോപണമായിട്ട് ചെന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ലെങ്കിൽ മീഡിയ പറയുന്ന ആരോപണങ്ങൾ എടുത്തുകൊണ്ട് ചെന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റണം. 8ാം നമ്പർ പ്രതിയായി നിങ്ങൾ കണ്ട വ്യക്തി 1ാം പ്രതിയുമായിട്ട് എങ്ങനെ ഈ കോൺസ്പിറസി നടത്തി, പൈസയുടെ ഡീലിങ്സ് എങ്ങനെ നടന്നു, ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എവിടെയൊക്കെ വെച്ച് നടന്നു, CCTV വിഷ്വൽസ് അതുണ്ടോ, ഇവർ പോയ ഹോട്ടൽ ഏതാ, ഇവർ പ്ലാനിങ് ചെയ്ത് ഹോട്ടലിൽ വെച്ചാൽ നടത്തിയേ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഒന്നിനും ഉത്തരമില്ലാത്ത രീതിയിലുള്ള ഒരു പരിപാടി ആയിപ്പോയി. ലാസ്റ്റ് ഇനി വന്നിരുന്നു ഇന്ന് നോക്കുമ്പോൾ കോടതി വളപ്പിൽ കോടതി വിളിച്ചു എന്ന് പറഞ്ഞു 2 പ്രാവശ്യം ഇരയായ അവർക്ക് വേണ്ടി അപ്പിയർ ആവുന്ന വക്കീലെവിടെ, ആ ലേഡി എവിടെ, വക്കീലെവിടെ എന്ന് ചോദിച്ചിട്ട് അവർ ആ വഴിക്ക് പോയിട്ടില്ല. ചോദിച്ചപ്പോൾ പറയുന്നത് എന്താ പറയുക, അവരുടെ പ്രതിഷേധമാണ്. എങ്ങനെയിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? എന്ത് കഥ ആലോചിച്ചു. ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല. നാളെ ഇന്നിപ്പോൾ രാത്രി ഇപ്പോഴാണ് എല്ലാ ന്യൂസ് ചാനൽസിനും ഇതിൻ്റെ വിധിപ്പകർപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ പറഞ്ഞത് എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല. എവിടെന്നെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് ഇരുന്ന് നോക്കാമായിരുന്നു. ന്യൂസ് ചാനലിലൊക്കെ വരുന്നതൊക്കെ വെച്ചിട്ട് നോക്കട്ടെ നാളെ.